നബിവാക്യം. ലോകസൃഷ്ടാവായ ദൈവം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, എൻ്റെ അടിമകളെ, ഞാൻ ആരോടും അക്രമം ചെയ്യുകയില്ല, അനീതി കാണിക്കുകയുമില്ല. അതിനാൽ നിങ്ങളും ആരെയും ആക്രമിക്കുകയോ ആരോടും അനീതി കാണിക്കുകയോ ചെയ്യരുത്. എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും വഴിതെറ്റിയവരാണ്. ഞാൻ മാർഗദർശനം ചെയ്തിട്ടില്ല എങ്കിൽ, അതിനാൽ നിങ്ങൾ എന്നോട് സന്മാർഗം തേടുക, ഞാൻ നിങ്ങളെ സന്മാർഗത്തിലാക്കുന്നതാണ്. എൻ്റെ അടിമകളെ, ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാം വിശന്ന് വലയുന്നവരായിരിക്കും. അതിനാൽ നിങ്ങളെന്നോട് മാത്രം ഭക്ഷണം ആവശ്യപ്പെടുക, ഞാൻ നിങ്ങൾക്ക് ആഹാരം നൽകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട 2-3 ഉപദേശങ്ങളാണ് ഈ നബിവാക്യത്തിലുള്ളത്. അതിലൊന്ന്, ആരോടും അക്രമമോ അനീതിയോ കാണിക്കരുത് എന്നതാണ്. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു പ്രസ്ഥാനമാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ എല്ലാ നിയമവിധികളും നീതിയിൽ അധിഷ്ഠിതമാണ്. അനീതിക്കെതിരിൽ സന്ധിയില്ലാ സമരം നടത്തണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ നബിവാക്യത്തിൽ രണ്ടാമതായി പറഞ്ഞത് സന്മാർഗം ദൈവത്തോട് മാത്രമേ തേടാവൂ എന്നാണ്. ദൈവം സന്മാർഗം കാണിച്ചു കൊടുക്കുന്നത് അവൻ്റെ വേദഗ്രന്ഥത്തിലൂടെയും അതേപോലെ പ്രവാചകന്മാരിലൂടെയുമാണ്. ആ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് ജനങ്ങൾ ദൈവമാർഗം സ്വീകരിക്കേണ്ടത്. ഈ ലോകത്തുള്ള മനുഷ്യരടക്കമുള്ള സകല ജീവജാലങ്ങൾക്കും ഭക്ഷണവും വെള്ളവും വായുവും പ്രദാനം ചെയ്യുന്നവൻ ദൈവം മാത്രമാണ്. അവനാണ് അവ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനാൽ ആ ദൈവത്തോടാണ് ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ചോദിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ എന്താവശ്യങ്ങളും ഏകനായ ദൈവത്തോട് മാത്രം പറയുക, അവനോട് മാത്രം സഹായം ചോദിക്കുക, അവന് മാത്രം ആരാധനകൾ അർപ്പിക്കുക. എങ്കിൽ തീർച്ചയായും ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും.